സോഷ്യലിസ്റ്റ് സമൂഹത്തിൻ്റെ നിർമ്മാണത്തിനായുള്ള വർഗസമരത്തിൻ്റെ 2 ഘട്ടങ്ങൾ സഖാവ് ലെനിൻ സൂചിപ്പിച്ചിരുന്നു. ഒന്ന് കയറിയടിക്കലിൻ്റെ ഘട്ടമാണ്, 2 താൽക്കാലികമായി പിൻവാങ്ങുന്നതിൻ്റെ ഘട്ടമാണ്. ഇതിലെ ആദ്യത്തെ ഘട്ടമായിരുന്നു യുദ്ധകാല കമ്മ്യൂണിസം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഘട്ടമായിരുന്നു പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുന്നത്. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ സോഷ്യലിസം നടപ്പിലാക്കുന്ന രീതി തന്നെയായിരുന്നു യുദ്ധകാല കമ്മ്യൂണിസം എന്നത്. എന്നാൽ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ കാലത്ത് കർഷകർക്കും റഷ്യൻ മുതലാളിമാർക്കും മാത്രമല്ല വിദേശ മുതലാളിമാർക്കും സൗജന്യങ്ങൾ അനുവദിക്കുകയുണ്ടായി. സ്വതന്ത്രമായ ചരക്ക് കൈമാറ്റം, ഉൽപ്പാദകർക്ക് തങ്ങളുടെ ചരക്കുകൾ ഇഷ്ടം പോണം വിറ്റഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. കൃഷിക്കാരുടെ ലാഭേച്ഛയെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി സർക്കാർ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു. യുദ്ധകാലത്തും തുടർന്നുള്ള സമാധാന കാലത്തും സമ്പദ്ഘടനയെ നേരെയാക്കാൻ ലെനിൻ എടുത്ത ധീരമായ മാർഗങ്ങളായിരുന്നു ഇവ രണ്ടും.